മാസ്മാൻ അന്യായ പടം എന്നാണ് അശ്വന്ത് ഗോക്ക് പ്രകമ്പനത്തിനെ പറ്റി പറഞ്ഞത്. ഇവിടെ എല്ലാവരും റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിൽ ആരൊക്കെയാണ് സത്യസന്ധമായിട്ട് റിവ്യൂ ചെയ്യുന്നതെന്നും ആരൊക്കെയാണ് പെയ്ഡ് റിവ്യൂ ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. ലെറ്റ് ദ ഗെയിംസ് ബിഗിൻ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്ന അശ്വന്ത് ഗോക്കിനെ പറ്റിയാണ്. ഭയങ്കര റിവ്യൂ പറയണമെന്നാണ് അശ്വന്ത് ഗോക്കിൻ്റെ വിചാരം. റൊമാൻസിനെ പറ്റി തള്ളി മറിച്ചപ്പോഴേ നിങ്ങൾ വിചാരിക്കണമായിരുന്നു ഇവൻ ഉടായിപ്പാണോ എന്നുള്ളത്. ഹിജാദി ഉടായ്പ റിവ്യൂ കൊണ്ട് ആൾക്കാരെ ഗിമ്മിക്ക് ഇട്ടിട്ട് ഇതൊക്കെ പറയുന്നത് വിശ്വസിക്കുന്ന നിങ്ങളാണ് ആക്ച്വലി പറയാൻ. ഒരു പടം റിവ്യൂ ചെയ്യും എങ്ങനെയാണ് കോമളിത്തരം കാണിച്ചിട്ട് കണ്ട പടത്തിനെ പറ്റി അത് ഇത് എന്ന് പറഞ്ഞിട്ട് ആൾ പെയ്ഡ് റിവ്യൂ ആണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ അനാവശ്യമായിട്ട് റിവ്യൂ ചെയ്ത് കൊളാക്കിയ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഇവനാണ്. അശ്വന്ത് ഗോക്ക് ഈ പടത്തിനെയാണ് അന്യായ പടം, കിഡിലോസ്കി, ഞാൻ കണ്ടതിൽ വെച്ച് ഗംഭീര പടം, അപാര പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞത്. ഈ പടം കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ താഴെ പറയണം കേട്ടോ. എന്നാൽ ഈ പടത്തിനെ പറ്റി ഇവൻ എന്തുകൊണ്ട് നല്ലത് പറഞ്ഞില്ല? ഒരു റിവ്യൂവർ ആണെന്നുണ്ടെങ്കിൽ ഈ പടത്തിനെ പറ്റി നല്ലതോ അല്ലെങ്കിൽ മോശമെങ്കിലും പറയണ്ടേ? ഒരു നല്ല റിവ്യൂവർ ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പടത്തിനെ പറ്റി പറഞ്ഞില്ല? വീഡിയോ ഇടുന്ന കാലം മുതൽ ഞാൻ ശ്രദ്ധിച്ചു ഭയങ്കര സെലക്റ്റീവാണ്. ഇവൻ സെലക്റ്റീവായിട്ട് മാത്രമേ പടത്തിനെ പറ്റി പറയുള്ളൂ. ഇവന് ഒരു ഗതിയുമില്ല. ഒരു പടത്തിനെ പറ്റി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇവൻ ആ പടത്തിനെ പറ്റി നല്ല പറയുള്ളൂ. അല്ലാത്ത പക്ഷേ ഇവൻ അതിനെ ഒരു കുറ്റം പറയാൻ നോക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ പറയാം. ഇതൊരു തുടക്കം മാത്രമേ. ഇനി നമ്മൾ നല്ല സത്യസന്ധമായിട്ട് നല്ല റിവ്യൂ പറയുന്നതായിരിക്കും. റിവ്യൂ പറയുന്ന കൂട്ടത്തിൽ റിവ്യൂ പറയുന്ന ആൾക്കാരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇനി തൊട്ട് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു തുടക്കം. അടുത്തത് നമ്മൾ ഷസാം, ഭയങ്കര ജീനിയസ് ആണെന്നാണ് വിചാരിക്കുന്ന ആൾ. അവനെ പറ്റിയുള്ളത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ കൂടിക്കുക. നമ്മൾ സത്യസന്ധമായിട്ട് റിവ്യൂ പറയും. നിങ്ങൾ സിനിമാ പ്രേമിയാണെന്നുണ്ടെങ്കിൽ ഓർത്ത് വെച്ചോ, മാസ്മാൻ്റെ റിവ്യൂ ഇനിയുള്ള എല്ലാ പടത്തിനെ പറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും.